വളരെ പ്രചാരത്തിലുള്ള ഒരു സപ്ലിമെൻ്റാണ് മീനെണ്ണ ഗുളിക. അതിൽ തന്നെ കോഡ് ലിവർ ഓയിലായിട്ടും ക്യാപ്സ്യൂളായിട്ടും ഇന്ന് അവൈലബിളാണ്. ശരിക്ക് ഫിഷിൻ്റെ ഒട്ടനവധി ഗുണങ്ങളെപ്പറ്റി നമുക്കറിയാം. ഫിഷ് എല്ലാവരും നല്ല രീതിയിൽ കഴിക്കുന്നതുമാണ്. എന്നാൽ ഈ കോഡ് ഫിഷ് എന്ന ഈ ഒരു പ്രത്യേക മത്സ്യം ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ അഭിരാം. ഇന്ന് വളരെ പ്രചാരത്തിലുള്ള ഒരു സപ്ലിമെൻ്റാണ് മീനെണ്ണ ഗുളിക. അതിൽ തന്നെ കോഡ് ലിവർ ഓയിലായിട്ടും ക്യാപ്സ്യൂളായിട്ടും ഇന്ന് അവൈലബിളാണ്. ശരിക്ക് ഫിഷിൻ്റെ ഒട്ടനവധി ഗുണങ്ങളെപ്പറ്റി നമുക്കറിയാം. ഫിഷ് എല്ലാവരും നല്ല രീതിയിൽ കഴിക്കുന്നതുമാണ്. എന്നാൽ ഈ കോഡ് ഫിഷ് എന്ന ഈ ഒരു പ്രത്യേക മത്സ്യത്തിൻ്റെ ആ ഒരു ഓയിലിന് എന്താണ് പ്രത്യേകത? സാധാരണ ഓയിലുകളിൽ നിന്ന്, ഫിഷ് ഓയിലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കോഡ് എന്ന മത്സ്യത്തിൻ്റെ ലിവറിൽ നിന്നെടുക്കുന്ന ഓയിലാണ് കോഡ് ലിവർ ഓയിൽ. അതുകൊണ്ട് തന്നെ അതിന് മറ്റു ഫിഷ് ഓയിലുകളെ അപേക്ഷിച്ച് കുറച്ചുകൂടി പ്രത്യേകതകൾ കൂടുതലുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ഏതൊക്കെ അവസരങ്ങളിലാണ് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്, ആർക്കൊക്കെയാണ് കഴിക്കാൻ പറ്റാത്തത് എന്നൊക്കെ നോക്കാം. കോഡ് ലിവർ ഓയിൽ ഒരുപാട് ന്യൂട്രിയൻസ് ഉള്ള ഒരു ഫിഷ് ഓയിലാണ്. അതിൽ പ്രധാനമായി പറയാവുന്നത് ബി ഗ്രൂപ്പിൽപ്പെട്ട വൈറ്റമിൻസ്, പ്രത്യേകിച്ച് B12 ഒക്കെ നല്ലതുപോലെയുള്ള ഒരു ഓയിലാണ് കോഡ് ലിവർ ഓയിൽ. ഈ B12 എന്ന് പറയുമ്പോൾ നമുക്ക് ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിൽ, DNA-യുടെ നിർമ്മാണത്തിലൊക്കെ തന്നെ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു വൈറ്റമിനാണ് B12. ഈ B12 ശരിക്കും ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്നത്, അല്ലെങ്കിൽ ഡെഫിഷ്യൻ്റ് കുറവ് വരുന്നത് വെജിറ്റേറിയൻസിനാണ്. കാരണം B12ൻ്റെ ഏറ്റവും നല്ല സോഴ്സ്, അല്ലെങ്കിൽ ഓൺലി സോഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം, നോൺ വെജിറ്റേറിയൻ ഫുഡാണ്. അപ്പോൾ നല്ലൊരു ശതമാനം വെജിറ്റേറിയൻസിനും B12 ഡെഫിഷ്യൻസി വരാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൈകാലുകൾ, തരിപ്പ്, ഞരമ്പ് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ തന്നെ അമിതമായി വെജിറ്റേറിയൻസിന് കാണാറുമുണ്ട്. എന്നാൽ ഈ നോൺ വെജിറ്റേറിയൻ ഫുഡ് ആസച്ച് കഴിക്കാൻ പറ്റാത്ത വെജിറ്റേറിയൻസിന് ഈ മീനെണ്ണ ഗുളിക രൂപത്തിൽ കഴിക്കാൻ പറ്റുമെങ്കിൽ കുറേയൊക്കെ ഈ B12ൻ്റെ ഡെഫിഷ്യൻസി നികന്നു കിട്ടും. അപ്പോൾ B12ൻ്റെ ഒരു നല്ല സോഴ്സാണ് കോഡ് ലിവർ ഓയിൽ അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ. ഇത് ഒരു ലീൻ പ്രോട്ടീനാണ്. ശരിക്കും ഈ കോഡ് ഫിഷിന് വേണ്ട രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. പലരും ഈ മീനെണ്ണ ഗുളിക വാങ്ങിച്ച് കഴിക്കുന്നു എന്നുള്ളത് അല്ലാതെ ശരിക്കും കോഡ് ഫിഷിനെ ആസച്ച് നല്ല ടേസ്റ്റിയാണെന്ന് പറയുന്നു. അത്തരത്തിൽ പ്രിപ്പയർ ചെയ്ത് കഴിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. അതൊരു മോർ ഓഫ് ഒരു ലീൻ മീറ്റാണ്, അധികം ഫാറ്റ് ഇല്ലാത്ത ഒരു മീറ്റാണ് കോഡ് ഫിഷിൻ്റേത്. ശരിക്കൊരു 100 ഗ്രാം കോഡ് ഫിഷ് മീറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ ഏകദേശം ഒരു 100 ഗ്രാം കോഡ് ഫിഷ് മീറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ തന്നെ ഏകദേശം 20 ഗ്രാമോളം പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ ഡെയിലി ശരീരത്തിന് വേണ്ട പ്രോട്ടീൻ്റെ ഒരു 1/3 ഈ ഒരു 100 ഗ്രാം കോഡ് ഫിഷ് മീറ്റ് കഴിക്കുന്നതിലൂടെ കിട്ടും. എന്നാൽ അതിലാകെ 1-2 ഗ്രാമോളം ഫാറ്റേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ 100 ഗ്രാമിൽ ഏകദേശം ഒരു 90 കാലറി ഉള്ളൂ. അപ്പോൾ ഇത് ഏറ്റവും ഹാർട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫിഷാണെന്ന് പറയാം. കാരണം ലീനായിട്ടുള്ളൊരു മീറ്റാണ്, കാലറി വളരെ കുറവാണ്, ഫാറ്റ് വളരെ കുറവാണ്. എന്നാൽ നല്ല രീതിയിൽ പ്രോട്ടീൻ കിട്ടുകയും ചെയ്യും. മസിൽ ബിൽഡപ്പിനൊക്കെ അല്ലെങ്കിൽ സ്ട്രെങ്ത്തിന് വേണ്ടി നല്ല പ്രോട്ടീൻ കിട്ടുകയും ചെയ്യും. നാച്ചുറലായിട്ടുള്ള പ്രോട്ടീനാണല്ലോ. ഹാർട്ടിന് നല്ലതാണ്, കൊളസ്ട്രോൾ കുറയ്ക്കാൻ നല്ലതാണ്, തടി കുറയ്ക്കാൻ ഉദ്ദേശിച്ച് വർക്ക് ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. കാരണം കാലറി കുറവായതുകൊണ്ട് അമിതമായ ഭാരം കൂടുകയില്ല, എന്നാൽ നല്ല ന്യൂട്രിയൻസ് കിട്ടുകയും ചെയ്യും. സെലീനിയം, ഫോസ്ഫറസ് എന്നീ മിനറൽസിൻ്റെ നല്ലൊരു സോഴ്സാണ് കോഡ് ഫിഷ്. ഈ സെലീനിയം, ഫോസ്ഫറസ് ഒക്കെ ശരിക്ക് എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ ബലത്തിനും DNA നിർമ്മാണത്തിനുമൊക്കെ പ്രധാന ഘടകങ്ങളാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ കോഡ് ഫിഷ് ആസച്ച് കഴിക്കുന്നതോ അല്ലെങ്കിൽ കോഡ് ലിവർ ഓയിൽ ക്യാപ്സ്യൂൾസ് കഴിക്കുന്നതോ തീർച്ചയായിട്ടും ഈ ഒരു ആഡ് ഓൺ ബെനിഫിറ്റ് നമുക്ക് തരും. ഈ കോഡ് ഫിഷിൻ്റെ മറ്റൊരു പ്രധാന വ്യത്യാസം എന്നുള്ളത്, സീ ഫുഡിലെ ഏറ്റവും പ്രധാനമായി ഇന്ന് പലരും നേരിടുന്ന, അല്ലെങ്കിൽ നമ്മൾ ഫിഷ് കഴിക്കുന്ന പലരും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം അധികമായ
മെർക്കുറിയാണ്. മെർക്കുറി കണ്ടൻറ്റ് കൂടുതലായി കാണപ്പെടുന്നു എന്നുള്ളതാണ് പറയുന്നത് സീ ഫിഷിൽ. അപ്പോൾ ഈ കോഡ് ഫിഷിൽ താരതമ്യേന മറ്റ് മത്സ്യങ്ങളെ അപേക്ഷിച്ച്, മറ്റ് നമ്മുടെ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന മറ്റ് പല മത്സ്യങ്ങളെ അപേക്ഷിച്ച്, പ്രത്യേകിച്ച് ഷാർക്ക്, അധികകാലം ലൈഫ് സ്പാനുള്ള ഷാർക്ക് അല്ലെങ്കിൽ സ്രാവ് പോലെയുള്ള മത്സ്യങ്ങളെയൊക്കെ അപേക്ഷിച്ച് അതിൽ മെർക്കുറി കണ്ടൻറ്റ് കുറവാണ്. ഈ മെർക്കുറി കണ്ടൻറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ജനങ്ങൾക്കും പ്രത്യേകിച്ച് ഗർഭിണികൾക്ക് ഗർഭസ്ഥ ശിശുവിൻ്റെ ബ്രെയിൻ വളർച്ചയൊക്കെ തടസ്സപ്പെടുത്താവുന്ന അല്ലെങ്കിൽ ഓൾട്ടറേഷൻസ് വരുത്താവുന്ന ഒരു ഹെവി മെറ്റൽ പോയ്സണിംഗ് ആണ് മെർക്കുറി. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ബെനിഫിറ്റും ഈ കോഡ് ഫിഷിനുണ്ട്. കടൽ മത്സ്യങ്ങളിൽ മെർക്കുറിയുടെ സാന്നിധ്യം താരതമ്യേന കുറവുള്ളൊരു ഫിഷായിട്ട് അതിനെ കണക്കാക്കാം. വൈറ്റമിൻ എയുടെയും വൈറ്റമിൻ ഡിയുടെയും നല്ല ഒരു സോഴ്സാണ് കോഡ് ഫിഷ്. അത് കോഡ് ലിവർ ഓയിൽ ക്യാപ്സ്യൂളായാലും ശരിക്കും കുട്ടികളിലൊക്കെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി മൂലം കാൽസ്യം അബ്സോർപ്ഷൻ കുറഞ്ഞ് റിക്കറ്റ്സ്, കാലുകളുടെ വളവ് പോലെയുള്ള പ്രശ്നങ്ങളും കണ്ണിൻ്റെ കാഴ്ച പ്രശ്നങ്ങളൊക്കെ വളരെ വ്യാപകമായി കാണാറുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് അത്യാവശ്യം മുതിർന്ന കുട്ടികൾക്കൊക്കെ കോഡ് ലിവർ ഓയിൽ ആസച്ച് കഴിക്കാനോ അല്ലെങ്കിൽ കോഡ് ലിവർ ഓയിൽ ക്യാപ്സ്യൂളോ അല്ലെങ്കിൽ കോഡ് ഫിഷിൻ്റെ പ്രിപ്പറേഷൻസോ കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നല്ലൊരു പരിധിവരെ മറികടക്കാൻ പറ്റും. അതുപോലെ തന്നെ വെയിൽ കൊള്ളാൻ കാര്യമായ അവസരങ്ങളില്ലാത്ത വ്യക്തികൾക്കും ഈ ഒരു കോഡ് ലിവർ ഓയിൽ ക്യാപ്സ്യൂൾ രൂപത്തിൽ റെഗുലറായി കഴിക്കുന്നതും അവരുടെ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഒരു പരിധിവരെ അവർക്ക് മറികടക്കാൻ പറ്റും. വൈറ്റമിൻ ഡിയും വൈറ്റമിൻ എയൊക്കെ ജനറൽ ഇമ്മ്യൂണിറ്റിക്കും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ ഈ ഒരു കോഡ് ലിവർ ഓയിലിന് മറികടക്കാൻ പറ്റും. ശരിക്കും ഒരു 5 ml ഓഫ് കോഡ് ലിവർ ഓയിൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് എത്രത്തോളം പ്രാധാന്യമുള്ള ഒരു ഫിഷാണെന്നുള്ളത്. 5 ml കോഡ് ലിവർ ഓയിലിൽ ഏകദേശം ഒരു 40 മുതൽ 50 കാലറി, 890 മില്ലിഗ്രാം ഓഫ് ഒമേഗ 3 ഫാറ്റി ആസിഡ്. ദിവസേന ഒരു വ്യക്തിക്ക് വേണ്ട വൈറ്റമിൻ എയുടെ 195%, അതായത് 100 അല്ല 195% 5 ml കോഡ് ലിവർ ഓയിലിൽ നിന്ന് വൈറ്റമിൻ എ കിട്ടുന്നു. അതുപോലെ തന്നെ റെഗുലറായിട്ട് വേണ്ട വൈറ്റമിൻ ഡിയുടെ 70% കിട്ടുന്നു. എന്നാൽ ഇതിൽ ഫാറ്റ് കണ്ടൻറ്റ് വളരെ കുറവുമാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും ബെനിഫിറ്റ്സ് ആ ഒരു 5 ml കോഡ് ലിവർ ഓയിൽ രൂപത്തിൽ നിങ്ങൾ ഡെയിലി കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അത്രയും നല്ലൊരു സോഴ്സാണ് ഈ കോഡ് ലിവർ ഓയിൽ. ഇപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു കുറവെന്ന് പറയാവുന്നത് മറ്റ് സാധാരണ കടൽ മത്സ്യങ്ങളെ അപേക്ഷിച്ച് ഇതിൽ ഒമേഗ 3 ഫാറ്റി ആസിഡിൻ്റെ അളവ് താരതമ്യേന കുറച്ച് കുറവാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഓയിൽ രൂപത്തിൽ, ഇപ്പോൾ വെജിറ്റേറിയൻസിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഓയിൽ രൂപത്തിൽ എല്ലാവർക്കും ഈസിലി അത് കഴിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല, അതിന് ചെറിയൊരു ഡിസ്റ്റേസ്റ്റ് ഉണ്ടാവാം. എന്നാൽ ക്യാപ്സ്യൂൾ രൂപത്തിൽ നോൺ വെജിറ്റേറിയൻസിനും അവരുടെ ഒരു മൈൻഡ് സെറ്റ് ഒന്ന് റെഡിയാക്കുകയാണെങ്കിൽ അത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ക്യാപ്സ്യൂൾ രൂപത്തിലാകുമ്പോൾ നമ്മൾ അതിൻ്റെ സ്വാദ് അറിയുന്നില്ലല്ലോ. ഇപ്പോൾ ഈ കോഡ് ലിവർ ഓയിൽ ക്യാപ്സ്യൂൾസ് റെഗുലറായി കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? ആസ് സച്ച് 1-2 ക്യാപ്സ്യൂൾ വരെ ഒരു ദിവസം കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. റിലയബിൾ ആയിട്ടുള്ള നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള കോഡ് ലിവർ ഓയിൽ ക്യാപ്സ്യൂൾസ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കഴിക്കാം. എന്നാലും നിങ്ങൾ മറ്റ് മെഡിസിൻസ് കഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, മറ്റ് അസുഖങ്ങൾക്ക് മരുന്നുകൾ കഴിക്കുന്ന വ്യക്തിയാണെങ്കിൽ ചില മെഡിസിൻസുമായി ഇതിന് ഇൻട്രാക്ഷൻസ് പറയാറുണ്ട്. അതുകൊണ്ട് ആ മരുന്ന് കുറിച്ച് തന്നിട്ടുള്ള ഡോക്ടറുടെ നിർദ്ദേശത്തോടു കൂടി മാത്രം ഇത് കഴിക്കുക. ഇപ്പോൾ ഒരു ഡയബറ്റീസ് ഉള്ള വ്യക്തിയാണെങ്കിൽ ഈ ഒരു കോഡ് ലിവർ ഓയിൽ ചിലപ്പോൾ ഷുഗറിൻ്റെ അളവ് ചെറുതായിട്ട് വർദ്ധിപ്പിക്കുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് മറ്റ് മരുന്നുകൾ കഴിക്കുന്ന വ്യക്തികളോ മറ്റ് അസുഖങ്ങൾ ഉള്ള വ്യക്തികളോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഈ ക്യാപ്സ്യൂൾ കഴിക്കുക. അല്ലാത്തവർക്ക്, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വലിയ റിസ്ക് ഇല്ലാതെ കഴിക്കാവുന്ന ഒരു സപ്ലിമെൻ്റാണ് കോഡ് ലിവർ ഓയിൽ. പിന്നെ എല്ലാ കാര്യങ്ങളിലും പറയുന്നത് പോലെ തന്നെ നാച്ചുറൽ സോഴ്സായി കോഡ് ഫിഷ് ആസച്ച് കഴിക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ്. ഇന്ന് പല പേരുകളിൽ അത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മുടെ ഇന്ത്യയിലും അത് ഈസിലി അവൈലബിൾ ആണ്. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് സോഴ്സ്. ആർത്രൈറ്റിസ് പോലെയുള്ള അസുഖങ്ങൾക്കൊക്കെ വളരെ ജോയിൻറ്റ് ഇൻഫ്ലമേഷൻസിനെ കുറയ്ക്കാനൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഭക്ഷണമാണ് ഈ കോഡ് ഫിഷ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു നല്ല ഫിഷായ കോഡ് ഫിഷിൻ്റെ മാക്സിമം ഉപയോഗം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. ഇതുപോലെയുള്ള
മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.